Has our full support. Russia's involvement changes everything. Their networks are collapsing. We have control. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പകയുടെ തീപ്പൊരികൾ കാസ്പിയൻ മേഖലയിലേക്ക് കൂടി വ്യാപിച്ചാൽ പിന്നെ ലോകം കാണാനിരിക്കുന്നത് ഇതുവരെ കാണാത്ത മഹാദുരന്തമായിരിക്കും. കാസ്പിയൻ മേഖലയിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുന്നതിനെതിരെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും റഷ്യ നൽകിയ കർശനമായ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര നീക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഏതൊരു പ്രകോപനപരമായ നീക്കത്തെയും അങ്ങേയറ്റം പ്രതികൂലമായി കാണുമെന്നും റഷ്യയുടെ താൽപര്യങ്ങൾക്കും സുരക്ഷയ്ക്കുമെതിരായ നീക്കമുണ്ടായാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും റഷ്യ വ്യക്തമാക്കി കഴിഞ്ഞു. ആഗോള സുരക്ഷാ വിദഗ്ധർ അതീവ ജാഗ്രതയോടെയാണ് ഈ സംഭവ വികാസങ്ങളെ നിരീക്ഷിക്കുന്നത്. റഷ്യ ഈ യുദ്ധത്തിൽ ഇറാനൊപ്പം ഉറച്ചു നിന്നാൽ എന്താണ് സംഭവിക്കുക എന്ന ചോദ്യം ഇപ്പോൾ ലോക രാജ്യങ്ങളെ വിറപ്പിക്കുന്നുണ്ട്. കേവലം ഒരു രാജ്യമെന്നതിലുപരി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ ശക്തികളിൽ ഒന്നാണ് റഷ്യ. അമേരിക്കയോട് ഏതു തരത്തിലും പൊരുതാൻ ശേഷിയുള്ള റഷ്യ ഇറാനൊപ്പം ചേരുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഭീഷണിയാണ്. ഇറാന്റെ കൈവശമുള്ള ആയുധ ശേഖരത്തെക്കാൾ എത്രയോ മടങ്ങ് കരുത്തുള്ള അത്യാധുനികമായ സാങ്കേതിക വിദ്യകളും സാറ്റലൈറ്റ് സംവിധാനങ്ങളും റഷ്യക്കുണ്ട്. റഷ്യയുടെ ഇടപെടൽ എന്നാൽ അത് പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ മൊത്തം ഗതിയെയും മാറ്റാൻ ശേഷിയുള്ളതുമായിരിക്കും. അമേരിക്കൻ സഖ്യകക്ഷികൾ ഇസ്രയേലിന് നൽകുന്ന പിന്തുണയേക്കാൾ വലിയൊരു മറുപടിയായി റഷ്യൻ സാന്നിധ്യം മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. റഷ്യയുടെ ആയുധകരുത്തും സാങ്കേതിക വിദ്യയും പരിശോധിച്ചാൽ ഏതൊരു രാജ്യവും ഒന്ന് ഭയക്കും. ലോകത്തെ ഏത് ലക്ഷ്യസ്ഥാനവും നിഷ്പ്രയാസം തകർക്കാൻ ശേഷിയുള്ള സർമത്ത് പോലുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ മുതൽ ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ പുടിന്റെ പക്കലുണ്ട്. റഷ്യയുടെ പക്കലുള്ള അത്യാധുനികമായ S-400, S-500 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും യുദ്ധവിമാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ റഷ്യ തങ്ങളുടെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും സൈബർ യുദ്ധതന്ത്രങ്ങളും പങ്കുവച്ചാൽ അത് ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളെ അപ്പാടെ തകിടം മറിക്കും. ആഗോള വിപണിയിൽ എണ്ണയുടെയും വാതകത്തിന്റെയും നിയന്ത്രണം കൂടി റഷ്യയുടെ കൈവശമായതുകൊണ്ട് സാമ്പത്തികമായും ലോകത്തെ സമ്മർദ്ദത്തിലാക്കാൻ അവർക്ക് എളുപ്പത്തിൽ കഴിയും. കാസ്പിയൻ കടൽ മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം കൂടി നമ്മളിവിടെ തിരിച്ചറിയണം. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നാമ്പുറം പോലെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രദേശം. കാസ്പിയൻ കടലിന് ചുറ്റും വലിയ തോതിലുള്ള പ്രകൃതി വാതക ശേഖരവും എണ്ണ നിക്ഷേപവും ഉണ്ട്. ഇവിടേക്ക് യുദ്ധം വ്യാപിപ്പിക്കുക എന്നാൽ റഷ്യയുടെ സാമ്പത്തിക സ്ഥിരകളെ തകർക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും റഷ്യ ഇത്ര കടുത്ത മുന്നറിയിപ്പും നൽകുന്നത്. റഷ്യയുടെ കപ്പൽ പടയും മിസൈൽ യൂണിറ്റുകളും കാസ്പിയൻ മേഖലയിൽ വിന്യസിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ചെറിയ പിഴവ് പോലും ഈ മേഖലയെ ഒരു അഗ്നിപർവ്വതമാക്കി മാറ്റാൻ കാരണമായേക്കാം. ഈ യുദ്ധം കേവലം ഇസ്രയേലും ഇറാനും തമ്മിലുള്ളതല്ല, അതോടൊപ്പം മറിച്ച് റഷ്യയുടെയും അമേരിക്കയുടെയും നിഴൽ യുദ്ധമായി മാറുക കൂടിയാണ് ചെയ്യുന്നത്. അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലിനെ പരസ്യമായി പിന്തുണയ്ക്കുമ്പോൾ റഷ്യ ഇറാനെയാണ് മറവിലും തെളിവിലും സഹായിക്കുന്നത്. തങ്ങളുടെ സൈനിക താവളങ്ങളും സുപ്രധാന കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടാൽ ഇറാൻ നിശബ്ദമായി ഇരിക്കില്ലെന്നും റഷ്യയുടെ സഹായത്തോടെ വലിയൊരു തിരിച്ചടി നൽകുമെന്നും എന്തായാലും ഉറപ്പാണ്. ചൈന കൂടി ഈ സഖ്യത്തിലേക്ക് വന്നാൽ 3ാം ലോക മഹായുദ്ധം എന്ന ഭീതി യാഥാർത്ഥ്യമാവും. റഷ്യയുടെ സാങ്കേതിക വിദ്യയും ഇറാന്റെ ചാവേർ സൈന്യവും ഒന്നിച്ചാൽ ഇസ്രയേലിനെ നേരിടേണ്ടി വരിക പിന്നീട് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധമായിരിക്കും. ചുരുക്കത്തിൽ ലോകരാഷ്ട്രീയം ഇപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലാണെന്ന് പറയാം. റഷ്യ നൽകിയ ഈ ഫൈനൽ വാണിംഗ് അമേരിക്കയും ഇസ്രയേലും ഗൗരവത്തോടെ കാണുമോ, അതോ കാസ്പിയൻ മേഖല കൂടി യുദ്ധത്തിന്റെ കനലിൽ കത്തിയെരിയുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. റഷ്യയും അമേരിക്കയും നേരിട്ട് യുദ്ധകളത്തിൽ ഏറ്റുമുട്ടിയാൽ അത് ലോകത്തിന് തന്നെ അന്ത്യത്തിന് തുടക്കമാവും. മണലാരണ്യത്തിൽ പുകയുന്ന പക കാസ്പിയൻ കടലിലെ തിരമാലകളെയും പിടിച്ചുലയ്ക്കുമ്പോൾ ലോകം മുഴുവൻ പ്രാർത്ഥനയോടെ ഉറ്റുനോക്കുന്നത് സമാധാനത്തിന്റെ ഒരു ചെറുവാതിലിനു വേണ്ടിയാണ്. വരും മണിക്കൂറുകളിൽ റഷ്യൻ സൈന്യം നടത്തുന്ന നീക്കങ്ങളായിരിക്കാം ഒരു പക്ഷേ ലോകത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത്.